ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കുറെ ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി നടക്കില്ല അംബിക വർമ്മേ. നമുക്ക് ആ ഡിസ്കഷനൊക്കെ വൈകിട്ട് പോരെ? എനിക്ക് രാവിലെ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. അയ്യോ അത് മതി. എനിക്ക് സ്വസ്ഥമായിരുന്നു കുറച്ച് സംസാരിക്കണം. ഓ എന്നാ ഞാനും രാജും പോയിട്ടാ. ഓ ആ വേണുട്ടാ, പോകരുത്. അവര് പോവില്ല പ്രതാപ, ഞാനല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി. പോകണം പറഞ്ഞ് സാധാരണ രാധമ്മയാ ധൃതി കൂട്ടാറുള്ളത്. ഇന്ന് രാധമ്മയുടെ മുഖം കണ്ടിട്ട് ഓടിപ്പോകാനുള്ള ടെൻഷൻ ഒന്നുമില്ല. ഞാൻ ഓണത്തിന് ഇവിടെ വന്നപ്പോഴും സൂര്യമംഗല കൊട്ടാരത്തിൽ വന്നപ്പോഴും മനസ്സ് ചില കാരണങ്ങളാൽ അസ്വസ്ഥമായിരുന്നു. എനിക്ക് ഇപ്പൊ അതില്ല മേഡം. നമ്മൾ ഇനി എല്ലാരും ഒരു കുടുംബമാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യണം. മനുഷ്യരായ നമ്മൾ വിചാരിച്ച പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. സാറ് വിഷമിക്കാതെ. യാമിനി മാഡത്തിന്റെ ഒരു അസുഖമല്ലേ, അത് മാറിക്കോളും. ശേഖരനെ യാമിനി എന്ന് പറഞ്ഞ അവന്റെ പ്രാണന്റെ പാതിയാ. അതാ ഇത്രയ്ക്ക് മനപ്രയാസം. അത് യാമിനി മേഡം കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. സാറ് വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു അസുഖമാണ്. മനസ്സിന് ചില വേദനകൾ തട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു വികല്പം, അത്രയേ ഉള്ളൂ. വികൽപ്പോ? അതൊന്ന് എനിക്കെങ്ങും അറിഞ്ഞൂടാ. ഇതൊക്കെയാ ഇവരുടെ ലാംഗ്വേജ്. ഇതിനൊക്കെ ഒറ്റമൂലി ചികിത്സകളുണ്ട്, എനിക്കറിയാം. നോക്കട്ടെ, ഇത് മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാം. പിന്നെ ഡോക്ടർ കൊച്ചമ്മിണി, MBBS SMR PR ലണ്ടൻ. എടാ, നമ്മുടെ ഈ കാഞ്ഞരക്കായും വീട്ടിലെ നെല്ലിക്കായും മാത്രം മതി. മനസ്സിന്റെ ഏത് വികല്പവും ഞാൻ മാറ്റും. പണ്ടേ എന്റെ അച്ഛന് ഈ അസുഖം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, ഇതുപോലെയല്ല, ഭയങ്കര കൂടുതലായിരുന്നു. അല്ല, എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? പ്രശസ്ത ആനക്കാരനായിരുന്നു. പ്രശസ്ത സിനിമാ നടൻ, സാഹിത്യകാരൻ, രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രശസ്ത ആനക്കാരൻ അതിപ്പോഴാ കേൾക്കണേ. എന്നാ അങ്ങനെയുണ്ട്. തെച്ചിക്കര പാച്ചുവാശാൻ. ആനക്കാരനായ എന്റെ അച്ഛന്റെ പേര് അങ്ങനെയായിരുന്നു. അല്ല, അപ്പ ജയന്റെ അപ്പൂപ്പന്റെ പേര് തെച്ചിക്കര പാപ്പുവാശാൻ എന്നായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അപ്പൂപ്പനെയും തൊപ്പിപ്പാളെ അറിയത്തില്ല. ഇവരെന്നെ പ്രസവിക്കുന്നതിന് മുമ്പേ അയാൾ ആന തട്ടിക്കാണും. എടാ, ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്താതെ നീ കഥ കേക്ക്. ഒറ്റശേഖരമംഗലം കൊച്ചുകേശവൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു പാച്ചുവാശാൻ. ആസാമിന്ന് കൊണ്ടുവന്ന ആന ആയതുകൊണ്ട് കൊച്ചുകേശവന് മലയാളം അറിഞ്ഞൂടാ. എഞ്ചുവടി കൊടുക്കായിരുന്നില്ലേ ആനയ്ക്ക്? അല്ലെങ്കിലേ പള്ളിക്കൂടത്ത് ചേർത്താലും മതിയായിരുന്നു. ഒരു രോഗവിവരം പറയുമ്പം ഇമാതിരി ഊതരുത്. കൊച്ചമ്മണിയമ്മ പറയട്ടെ വേണുവേ, അവർക്ക് അവസരം കൊടുക്ക്. ഈ ആനയെ കള്ളു കുടിക്കും. ഏതെങ്കിലും കള്ളു ഷാപ്പ് കണ്ട ഉടനെ അങ്ങോട്ട് കയറി ചെല്ലും. ഇടത്തിയാനെ, വലത്തിയാനെ, സിറ്റിയാനെ എന്ന് പറഞ്ഞാലൊന്നും ആനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ദിവസം സഹി കെട്ടെന്റെ അച്ഛൻ ആനയ്ക്ക് കൂച്ചുകലം കിട്ടു. ഇവരുടെ നാക്കിനാദ്യം കൂച്ചുവലം കിട്ടണ്ട. കൂച്ചുവലം കിട്ടതിന് ശേഷം അച്ഛൻ തോട്ടി കൊണ്ട് അവനെ ഒരു പിടുത്തം പിടിച്ച്. ഹോ, ഒന്ന് അലറിയ ആന അച്ഛനെ തുമ്പിക്കൈ കൊണ്ട് കൊടുത്ത ഒറ്റ ഏറ്. ആകാശത്തൂടെ എന്തോ ഒരു സാധനം പറന്നു പോകുന്നത് നാട്ടുകാർ കണ്ടു.
ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് അച്ഛൻ ഒരു കായൽ വീഴു. പിന്നെ മുങ്ങി മരിച്ചായിരിക്കും. അതല്ലേ അതിശയം. അച്ഛൻ ചത്തില്ല, പക്ഷേ വികൽപ്പമായി പോയി. പിന്നെ ഞാൻ ചികിത്സിച്ച അച്ഛന്റെ അസുഖം മാറ്റിയത്. പ്ലീസ്, കഥ കേട്ട് എല്ലാരും ക്ഷീണിച്ച്. ബാക്കി മറ്റേതെങ്കിലും അവസരത്തിലേ കാച്ച അവരൊരു കഥ. ആർക്കും ഒരു ടെൻഷനും വേണ്ട. ചെറിയമ്മ ഇപ്പൊ ഓക്കെ ആവും. ഓ, ചേട്ടാ ഒന്നിങ്ങ് വന്നേ. ഞാനോ? ആ, ചേട്ടാ എത്രയും പെട്ടെന്ന് ഈ ടാബ്ലറ്റുമായിട്ട് ഡോക്ടർ സ്വാതിയുടെ മംഗലത്ത് ക്ലിനിക്കിൽ ചെല്ലണം. ആ. ഇത് സ്വാതി ഒന്ന് ഏൽപ്പിക്കണം. അല്ല നോക്കാവൂ സാറേ. ചെറിച്ച ഒരു ടെൻഷനും വേണ്ട, സമാധാനമായിട്ടിരിക്കെ. ആ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ നിന്നെ വിട്ടതേ രോഗിയായി കിടക്കുന്ന അവളുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അടിപിടി സീന് വേണ്ടാന്ന് കരുതിയാ. ഓ, അപ്പ എന്നെ വെറുതെ വിട്ടതല്ലേ? നീ എന്നെ എടീന്ന് വിളിക്കുവല്ലേടി? ഞാൻ മനഃപൂർവ്വം വിളിച്ചതല്ലല്ലോ, നിങ്ങളെന്നെ വിളിപ്പിച്ചതല്ലേ? എനിക്കേ സൗകര്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കുറെ ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി നടക്കില്ല അംബികാവർമ്മേ. ദേ, നിന്നെ ഞാനങ്ങ് തീർത്തു കളയും. പിന്നെ ഒരു തീർപ്പുകാരി. കുറെ കവലച്ചട്ടമ്പികളും ക്രിമിനൽസും ഒക്കെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ രാജുവിനെ പല പ്രാവശ്യം കൊല്ലാനും നോക്കിയിട്ടുണ്ട്. ഇനി അതൊന്നും നടക്കില്ല. അതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട അമ്മ മോന് വിവരം അറിയും. വിവരം അറിയുന്നത് ആരാന്നേ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആരാണെന്നേ ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് കൃത്യമായിട്ടും എനിക്ക് വളരെ നേരത്തെ മനസ്സിലായിട്ടുണ്ട്. എന്റെ അച്ഛന് നിങ്ങളോടുള്ള അമിത സ്നേഹം കൊണ്ട് പലപ്പോഴൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തായാലും അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. നീ എന്ത് ചെയ്യൂടി? നിങ്ങളോടുള്ള കണക്കൊക്കെ ഞാൻ വീട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ അംബികെ.